ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിമൽ വ്ളോഗിങ്. ഓക്കെ യെസ്, എല്ലാ റൂമിൽ കട്ടിലില്ല. അപ്പം മുറി പൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എൻ്റെ കട്ടിലെടുത്ത് അപ്പോഴത്തെ മുറിയിൽ ഇച്ചിരി മുറിയിലിട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ചേച്ചി നാളെ സ്റ്റേക്ക് വരണുണ്ട്, അപ്പം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടെ കിടന്ന ചെറിയ സിംഗിൾ കട്ടിലാണ് ഇവിടെ ആക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ആയിരിക്കുന്നു. അപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് അത് ഇന്നത്തെ ഇത് മാത്രം കാണും. ബാക്കി നാളെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതൊക്കെ ഉൾപ്പെടുത്താം എല്ലാം കൂടെ. ഓക്കെ, നേരെ വീട്ടിലോട്ട് പോകാം. ഇവിടെയാണ് നമ്മൾ കട്ടിലിട്ടിരിക്കണം, മുറിയിൽ. ഓക്കെ, മുറിയൊക്കെ തൂക്കണം ഇനി. എൻ്റെ മുറി തൂത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കട്ടിലും കാര്യങ്ങളൊക്കെ ഇടണം, സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതാ ഇവിടെ ചെറിയ കട്ടിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ചെറിയ ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മെത്ത വാങ്ങണം, വേറെ കട്ടിൽ വാങ്ങണം. അതുടനെ നോക്കാം നമുക്ക്. ഈ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഈ സാധനം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം ഗൈസ്. ഓക്കെ, പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വേണ്ട, ഈ റൂം ബെഡാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി നാളെ സാധനങ്ങളൊക്കെ വാങ്ങണം. അത് കാണിച്ചിട്ട് എന്തെങ്കിലും ക്ലിപ്പ് എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഇനി ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഗ്യാസ് ടേബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. ഗ്യാസ് ഇപ്പോൾ ലൈറ്റിങ് മിന്നി കത്തിന്, എന്തെന്നറിയത്തില്ല, മിന്നി കത്തിനുണ്ട്. പിന്നെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു ഓൾറെഡി, അതുകൂടെയാണ് ഇതിനെ ഇപ്പം അവിടെ സെറ്റ് ചെയ്ത് എക്സ്ട്രാ ഒരു സ്വിച്ച് ബോർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലൈറ്റ് വരാനുണ്ട്. ലൈറ്റ് വന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പം ഈ സാധനം ഇനി ഇവിടെ വയ്ക്കണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബെഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ് നാളെ ഇതിൻ്റെ ബാക്കിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാക്കി ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നാളെ ഇനി കുറച്ച് സാധനങ്ങൾ എടുക്കണം, വരണം. ഓക്കെ, ശരി, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ പൂവാറ് പോയിരുന്നു. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു ഗിഫ്റ്റ് കയ്യിലുണ്ട്, ബാക്കിയെല്ലാം ബാഗിലാണ്. അത്യാവശ്യം കുറേ ഉണ്ട്. ഇത് ചേച്ചിയുടെ കല്യാണമായിട്ട് എന്ന ഗിഫ്റ്റാണ്, ഞാൻ ഇതുവരെയ്ക്ക് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. അവരിന്ന് എൻ്റെ ചേച്ചിയും ചേട്ടനിന്ന് വരും. ഇന്നൊരു ദിവസം അവിടെ സ്റ്റേ ആണ് വീട്ടിൽ. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേ ആണ്. പിന്നെ എക്സ്ട്രാ ഞാൻ പൈസ കൊടുത്തിട്ട് ചാർജർ, ഒരു ഫുൾ സെറ്റ് ചാർജർ വാങ്ങിച്ചിട്ടുണ്ട്. കേബിൾ അവിടെ പറഞ്ഞ്, അല്ല ഈ ചാർജറിൻ്റെ കേബിൾ മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 2 ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തോ വലിയ സാധനങ്ങളാണ് ഗ്യാസ് വന്നിരിക്കുന്നത്. എല്ലാം ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിരിക്കണമുണ്ട്. ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണെന്ന്. ഇനി നോക്കി തന്നെ അറിയണം. ഓക്കെ, ഇപ്പം ഞാൻ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് നടന്നത്. ചറിയങ്ങ് പോയത് ഈ കുഴിയുടെ അവിടെ വെച്ച് ചറി വളഞ്ഞങ്ങ് പോയി. ഇവിടെ വെച്ചാണ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചേച്ചി ഇന്നലെ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സാധനം ഉണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്ന് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം, എന്തൊക്കെയാണെന്ന് നോക്കണം. അൺബോക്സ് ചെയ്ത് എൻ്റെ അറിവിൽ ലേറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. യെസ്, അവർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് റൂമിൽ ഉപകാരപ്പെട്ട ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആവാനാണ് ചാൻസ്. എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്നത്, ഒരു ഗിഫ്റ്റ് പേപ്പറിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ് പോലത്തെ സാധനത്തിൽ ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞിരിക്കുകയാണ്. ഇതേ സെയിം ഗിഫ്റ്റ് പേപ്പറിലാണ് പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഇനി നോക്കി തന്നെ അറിയണം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. വീടെത്തട്ടെ. ചാർജർ നമുക്ക് പൊട്ടിച്ച് ചാർജ് ചെയ്യണം. ഫോണൊന്നും ചാർജില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടാം.
കേബിള് ചാർജർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഫോണും ചാർജ് ചെയ്തിട്ട് നമ്മൾ മറ്റേത് അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോയും അതിനകത്തുള്ള എന്തൊക്കെയാണ് സാധനം എന്നുള്ള സംഭവം അൺബോക്സ് ചെയ്തിട്ട് എന്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ അത് സെറ്റ് ചെയ്യണ രീതിയിലൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയും സൈനിങ് ഔട്ട്. ബൈ.